ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി തകർന്നടിഞ്ഞതെന്ന് പറയാൻ ചിലർക്കൊക്കെ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? പ്രത്യേകിച്ച് വലതന്മാര്, CPI, അവരാണ് മറ്റാരെങ്കിലും പറയുന്നതിനേക്കാൾ മുമ്പേ ഈ ഭരണവിരുദ്ധ വികാരം എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരാണ്. ആ സർക്കാരിനെതിരെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ചിന്തിക്കുമോ? അതിനെതിരായിട്ട്, അതിന് വിരുദ്ധമായിട്ട് അത് നല്ലതല്ല എന്ന് ആരെങ്കിലും പറയുമോ? ഈ പിണറായി സർക്കാർ എന്ന് പറയുന്നത് ശരികളുടെ ഒരു ആകത്തുകയാണ്. ഇപ്പൊ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് തോറ്റു തകർന്നുപോയി, അതൊരു സത്യമാണ് എന്നും പറഞ്ഞിട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് ഈ കേരളത്തിൽ ഒരു വികാരമുണ്ടെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? അതും ഭരണത്തിന്റെ പങ്ക് പറ്റിയിട്ട് അങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നത് ന്യായമായ ഒരു കാര്യമാണോ? ഈ സർക്കാരിന്റെ ഈ ഭരണത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും ഉരുട്ടി തിന്നിട്ടാണ് ഓരോരുത്തന്മാര് പറയുന്നത്, നന്ദിയില്ലാത്ത വർത്തമാനം പറയുന്നത്. ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതെന്ന്. ഈ തെരഞ്ഞെടുപ്പില് ഒരു വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ഒരെണ്ണം പോലും ചോർന്നിട്ടില്ല. 99.9% ന്യൂനപക്ഷ വോട്ടുകളും നമുക്കാ കിട്ടിയത്. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ജനയോഗമൊക്കെ പറയാണെന്നേ. ഈ CPIയുടെ പത്രം ഉണ്ടല്ലോ, ജനയോഗം, അവരൊക്കെ പറയുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള LDFനെതിരായിട്ട് തിരിഞ്ഞു, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഏത് ജനമാണ് ശബരിമല കൊള്ളയെ കുറിച്ച് ചിന്തിക്കുന്നത്? ചേട്ടാ, ഇവിടെ പെൻഷൻ കൊടുക്കുന്നു, ഇവിടെ ലൈഫിൽ വീടുകൾ കൊടുക്കുന്നു, വലിയ ഭരണ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളം അങ്ങനെ വികസിച്ച് അങ്ങ് മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുമ്പം ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ആര് ചിന്തിക്കുന്നു? വെറുതെ ആവശ്യമില്ലാതെ കൂടെ നിൽക്കുന്നവര് തന്നെ ഇതൊക്കെയാണ് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഇവരോടൊക്കെ എന്താ പറയാൻ പറ്റുക? അപ്പൊ പിന്നെ സഖാവേ, നമുക്ക് എന്താ പറ്റിയത്? നമ്മൾ എന്തുകൊണ്ടാ തോറ്റുപോയത്? തോറ്റെന്നാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചാനലുകളും സർക്കാരിന്റെ രേഖയും പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ കുറച്ചൊക്കെ സഹായിച്ചതാ, പക്ഷെ അവരോടും പറയുന്നത് നമ്മൾ തോറ്റെന്നാണല്ലോ. അതിന്റെ കാരണം ലളിതമായ ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളങ്ങ് വിശ്വസിച്ചോളാം. ഇനി തോറ്റില്ലെന്നാണോ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലെന്നാണ് സഖാവ് പറയുന്നതെങ്കിൽ സമ്മതിച്ചു, ഞങ്ങൾ അതും വിശ്വസിക്കാം. ഞങ്ങളുടെ ജോലി അതാണല്ലോ. പാർട്ടി പറയുന്നത്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ സെക്രട്ടേറിയറ്റോ അല്ലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ ഇവരൊക്കെ പറയുന്നത് അത് വിശ്വസിക്കാന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ജോലി. ഞങ്ങളതങ്ങ് ചെയ്തോളാം. പക്ഷേ ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരണം, സത്യത്തിൽ എന്തോ സംഭവിച്ചത്? നമ്മൾ ജയിച്ചോ അതോ തോറ്റോ? നമുക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ? ന്യൂനപക്ഷ വോട്ടെല്ലാം നമുക്ക് കിട്ടിയോ? ശബരിമല നമ്മളെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണോ? ഒന്ന് ലളിതമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞതാ. അപ്പൊ ഞങ്ങള് വിശ്വസിച്ചോളാം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ ഇതൊരു അപ്രതീക്ഷിതമായ തിരിച്ചടിയാണെന്ന് ഞങ്ങളുടെ സഖാവ് പറഞ്ഞതാ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാക്സ്. അതങ്ങനെയാ, ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ അങ്ങനെയാ. ആദ്യം മനസ്സിൽ വരുന്നത് സത്യമാണ്, ഞങ്ങൾ അതങ്ങ് തുറന്നു പറയും, വസ്തുത അങ്ങ് ജനങ്ങളോട് പറയും. പിന്നാണ് ഞങ്ങൾ പാർട്ടി ലൈനിൽ ചിന്തിക്കുക. ഞങ്ങൾ അതിനെക്കുറിച്ച് കണക്കെടുപ്പ് നടക്കും, എവിടെ തെറ്റി, എവിടെയാണ് വീഴ്ചകൾ പറ്റിയത് എന്നൊക്കെയുള്ള വളരെ കൂലങ്കക്ഷമായ ചർച്ചകൾ നടക്കും. എന്നിട്ട് നമ്മൾ പറയുന്നതാണ് സത്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നയം. അപ്പൊ ഇന്നലെ പറഞ്ഞതാണ് നയം. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം പറഞ്ഞത് പാർട്ടി നയമല്ല. അറിയാതെ കള്ളമില്ലാത്ത പിള്ള മനസ്സിൽ വന്നുപോയ ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ മണിയാശാൻ അദ്ദേഹം പറഞ്ഞ എന്തുവാ, പെട്ടെന്ന് റിസൾട്ട് അങ്ങോട്ട് കേട്ടപ്പം ഉണ്ടായ ഒരു ഞെട്ടല്, അയ്യോ ഇങ്ങനെ സംഭവിച്ചോളൂ എന്നൊരു തോന്നല്. അതുകൊണ്ടാ പറഞ്ഞത്, ചേടായി ഞങ്ങൾ ഈ സർക്കാർ തന്നതൊക്കെ വാങ്ങിച്ച് വെട്ടി തിന്നിട്ട് മറ്റവന്മാർക്ക് പോയി വോട്ട് ചെയ്തല്ലോ, അല്ലെ പറപ്പുകേടായി പോയല്ലോ എന്ന് മണിയാശാൻ പറഞ്ഞത്. പിന്നെ തിരുത്തി, ശ്രദ്ധിച്ചായിരുന്നു മണിയാശാൻ? പിന്നെ തിരുത്തി, അന്ന് അങ്ങ് പറഞ്ഞുപോയി. ഏതായാലും മറ്റേ പണിയാണെന്ന് പറഞ്ഞില്ലല്ലോ, പറപ്പ് പണിയെന്നേ പറഞ്ഞുള്ളൂ, ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഒരു രീതിയാ. ഞങ്ങൾ ആദ്യം സത്യം എന്ന് പറയും, പിന്നീട് പാർട്ടി തരുന്ന ഒരു ക്യാപ്സ്യൂളുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ് കൂടും, പിന്നെ കുറച്ച് കഴിയുമ്പം സംസ്ഥാന കമ്മിറ്റി കൂടും. അവരൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തും, അവരൊക്കെ ചില വ്യാഖ്യാനങ്ങൾ നടത്തും, ചില നറേറ്റീവ്സ് ഇങ്ങോട്ട് ഇട്ടുതരും. പിന്നെ അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. അതല്ല, നിങ്ങൾക്കാണെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന ആളിന് തെറ്റു പറ്റുമോ? ഇതുവരെ തെറ്റ് പറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പില് അടിയോടെ പറഞ്ഞു പോയതാ, ഓരോ സീറ്റാ കിട്ടിയത്. എന്നിട്ട് നമ്മുടെ പിണറായി വിജയൻ എന്തെങ്കിലും ചലനം ഉണ്ടായോ? പിണറായി വിജയനെ ചലിപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞോ? അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് സാധിച്ചോ? എന്തുകൊണ്ടാ?
അദ്ദേഹം തെറ്റുപറ്റാത്ത ഒരാളാണ്. തെറ്റുപറ്റാത്ത ഒരാളിന്റെ ഭരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഭരണം തെറ്റിപ്പോയെന്ന്, അല്ലെങ്കിൽ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. ഞങ്ങളുടെ പിണറായി എന്ന് പറയുന്ന സഖാവ് അതൊരു സാധാരണ സഖാവല്ല. കേരളത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടുള്ള മറ്റു കമ്മ്യൂണിസ്റ്റ് CPM നേതാക്കളെ പോലെ അല്ല അദ്ദേഹം. നമ്മുടെ മോദിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ഇത് ബയോളജിക്കൽ ബർത്ത് അല്ലെന്ന്. അതായത് നമ്മളൊക്കെ സാധാരണ ആളുകൾ ജനിക്കുമല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമല്ലോ, അതിനൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. അങ്ങനെ ജനിച്ച ഒരാളല്ലെന്ന് മോദിയെ കുറിച്ച് പറഞ്ഞതാ. ദൈവം അയച്ച ഒരാളാ, ഭഗവാൻ മുകളിൽ നിന്നോട്ട് അയച്ച ഒരാളാ. എന്തിനാ? ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ചില നിയോഗങ്ങൾ, അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി അയച്ചതാ. അത് മോദിയെ കുറിച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്. സത്യത്തിൽ അത് പിണറായി വിജയനും ബാധകമാണ്. അദ്ദേഹം ഒരു സാധാരണ ജന്മമല്ലെന്നേ. ദൈവം, നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ല, പക്ഷേ ഇത്തരം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കും. അതും ഞങ്ങളുടെ ഒരു രീതിയാണ്. അപ്പൊ ദൈവം ഇങ്ങോട്ട് അയച്ചതാ കേരളത്തിലേക്ക് ചില ലക്ഷ്യങ്ങള്, ചില നിയോഗങ്ങള്. അതിനിടെ ചില തട്ടുകടൊക്കെ പറ്റും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഇതുപോലുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതൊക്കെ ശരിയാ. പക്ഷെ അതൊന്നും ഞങ്ങളുടെ പിണറായിയെ ബാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ പ്രത്യേക ജന്മത്തിന്റെ നിയോഗം എന്താണ്, ലക്ഷ്യം എന്താണ്? ചില ദോഷൈക ദൃക്കുകളുണ്ട്. അവന്മാര് പറയുന്നത് എന്തുവാ? CPM എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിലും ഇല്ലാതാക്കുക, ഫിനിഷ് ചെയ്യുക. അതാണ് പിണറായി വിജയന്റെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ അവതാര ലക്ഷ്യം എന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെ പറയുന്നവരെ ഞങ്ങൾ സൂക്ഷിച്ചോളാം, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഫറൂഖിലെ ഏരിയ കമ്മിറ്റിയുടെ ഒരു നേതാവ് നടത്തിയ ഒരു പ്രസംഗം ഇന്നലെ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഈ മുസ്ലിം ലീഗുകാരവിടെ ആഹ്ലാദ പ്രകടനം നടത്തി. അവര് ഏതോ ഒരു CPM-കാരന്റെ വീട്ടിലേക്ക് എന്തോ ഗുണ്ടെറിഞ്ഞു എന്നൊരു ആരോപണം ഉണ്ടായി. കൊണ്ട് പൊട്ടിയോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു പരാതി ഉണ്ടായി. അതിനെതിരായിട്ട് നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തില് നമ്മുടെ കോഴിക്കോട് ഫറൂഖിലെ ഏരിയ കമ്മിറ്റി അംഗം പ്രസംഗിച്ചത് അറിയാമോ? ഞങ്ങളുടെ ചിഹ്നം എന്ന് പറയുന്ന അരിവാളും ചുറ്റിയേമാ. അതിലൊരെണ്ണം അരിവാളാ. ആ അരിവാൾ കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പ്രയോഗിക്കാൻ അറിയാം. ഞങ്ങളത് പ്രയോഗിച്ചാല് ഇന്നിപ്പോ ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്ന മുസ്ലിം ലീഗുകാര് നാളെ കരിദിനം ആചരിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെ പിണറായി വിജയന്റെ അവതാര ലക്ഷ്യത്തെ കുറിച്ച് ആരെങ്കിലും ട്രോളാൻ വന്നാല് ഈ ഫറൂഖിലെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പ്രസംഗം മാത്രമേ അതിന് മറുപടിയായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളൂ. ഞങ്ങൾ ഇന്നലെ നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമില്ല, ന്യൂനപക്ഷ വോട്ടുകളൊന്നും പോയിട്ടില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല. ഈ 3 കാര്യങ്ങൾ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇനി താഴെ കമ്മിറ്റികളുണ്ട്. ലവന്മാര് നാളെ മുതൽ ചർച്ച തുടങ്ങും. എന്താണ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം? അവരെന്തേലുമൊക്കെ പറയും. പണ്ടത്തെ പോലല്ല. പണ്ടാണെങ്കിൽ പാർട്ടി ലൈൻ നോക്കിയേ പറയത്തുള്ളായിരുന്നു. ഇപ്പോഴങ്ങനൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിട്ട് നടന്ന ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ പിണറായി വിജയനെ വരെ അവരെടുത്തിട്ട് കൈകാര്യം ചെയ്തില്ലേ, വിമർശിച്ചില്ലേ? അതുപോലത്തെ വിമർശനങ്ങൾ വരാൻ പാടില്ല. ഈ ജില്ലാ കമ്മിറ്റികളൊക്കെ നടത്തുന്ന ഈ അവലോകന യോഗങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ, അതിൽ ഈ 3 കാര്യങ്ങൾ വരാൻ പാടില്ല. ഭരണവിരുദ്ധ വികാരം എന്നൊരു വാക്ക് അവരുടെ റിപ്പോർട്ടില് കടന്നുകൂടരുത്. ന്യൂനപക്ഷ വോട്ട് എല്ലാം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞേക്കണം. അതുപോലെ ശബരിമല സ്വർണ്ണ കവർച്ച, അതും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് ആര് പറയണം? ഈ താഴെ കമ്മിറ്റികൾ നടത്തുന്ന അവലോകന റിപ്പോർട്ടുകളിലും ഇതുതന്നെയാണ് വരേണ്ടത്. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലൈന്. നേരത്തെ സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ ചേർന്ന് ഒരു വഴിയങ്ങ് വെട്ടിവിടും. ആ വഴിയെ സഞ്ചരിച്ചോണം താഴെ കമ്മിറ്റികൾ. ഈ CPI-ക്കാർ അവരങ്ങനെ നമുക്കൊരു അക്കടി പറ്റുമ്പം കയറി കളിക്കാൻ വരും. അവരെന്തുവാ പറയുന്നത്? ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്. ഞങ്ങളാരും കണ്ടില്ല. CPM എന്ന് പറഞ്ഞ പാർട്ടി പോലും കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്കിത് എവിടുന്നാ മനസ്സിലായത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്? ഇവിടുത്തെ എല്ലാ മനുഷ്യരും വോട്ട് ചെയ്തത് പിണറായിയുടെ ഭരണത്തിന് അനുകൂലമായിട്ടാ. അതെന്തുകൊണ്ടാ? അങ്ങനെ ഒരു വിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടാണല്ലോ. പക്ഷെ തോറ്റുപോയി, അത് വേറൊരു കാര്യം. വോട്ട് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ, എതിർ സ്ഥാനാർത്ഥിയേക്കാൾ വോട്ട് കുറവാണെങ്കിൽ തോറ്റുപോകും. നമ്മുടെ EP ജയരാജൻ സഖാവ് പണ്ടൊരു അഭിമുഖ സംഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ പാർട്ടി തോറ്റെന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിക്ക് ഞങ്ങളെക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയത് കൊണ്ടാണെന്ന്. അതങ്ങനെ തോറ്റുപോകും ചിലപ്പോഴ്. പക്ഷെ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ഓപ്പറേഷൻ വളരെ സക്സസ് ആവും. അങ്ങനെ സക്സസ് ആയ ഓപ്പറേഷന് ശേഷം എത്രയോ പേര് ഇവിടെ മരിച്ചിരിക്കുന്നു. അതെന്താ ഈ CPI-ക്കാരന്മാര് വലതന്മാര് മനസ്സിലാക്കാത്തത്? ജനങ്ങൾ എഴുതിയെന്ന് സ്വർണ്ണക്കവർച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായെന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടെന്ന്. ജനഹിതത്തിന് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? അതുപോലാണോ CPM? ദേശാഭിമാനി വായിക്കണം. 64 മണ്ഡലങ്ങളില്
പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടെന്നാണ് ദേശാഭിമാനി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഒരു 7 സീറ്റൂടെ പിടിച്ചാൽ മതി. ഇനി 5-6 മാസമുണ്ട്. ഈ 7 സീറ്റൂടെ പിടിച്ചാൽ നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും. പിണറായിയുടെ 3ാം സർക്കാർ അധികാരത്തിൽ വരും. അപ്പോഴാണ് ജനയുഗം പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കേണ്ട പത്രവാ, നമ്മുടെ കൂടെ നിൽക്കേണ്ട പാർട്ടിയാ. പക്ഷെ ഇപ്പൊ പറയുകയാണ് ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല, സ്വർണ്ണക്കൊള്ള എന്നൊക്കെ. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് ഭയങ്കര ഹേനക്കേടാ. അതായത് പിണറായി വിജയൻ ഒറ്റയാമ്പോക്കായിരുന്നു, കൂടിയാലോചനകളില്ലെന്ന്, ചർച്ചകളില്ലെന്ന്. പിണറായി വിജയൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പാക്കുന്നു. അതുകൊണ്ടാണ് തോൽവി സംഭവിച്ചതെന്ന് ഇങ്ങനൊക്കെ പറയാമോ? ഞങ്ങളാരെങ്കിലും ബിനോയ് വിശ്വത്തിനെ കുറിച്ച് ഇങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താണ് CPIക്കാർക്ക് എന്തിന്റെ കേടാണ്? അതുവരെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടെന്നാണ് CPI പറയുന്നത്. അതിന് കാരണം പറയുന്നത് എന്തുവാ? നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശന്റെ തോളില് കൈയിട്ടുകൊണ്ട് നടന്നുകൊണ്ടാണെന്ന്. വെള്ളാപ്പള്ളി ചില ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നടത്തിയിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു. അത് ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന പ്രസംഗങ്ങളായിരുന്നു. പക്ഷെ നമുക്ക് ഭൂരിപക്ഷ വോട്ട് വേണ്ടായോ? അതിനല്ലയോ നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നത്? അയ്യപ്പ സംഘവും നടന്നപ്പം മുഖ്യമന്ത്രിയുടെ കാറയില്, സഹാവിന്റെ കാറയിലല്ലയോ കൊണ്ടുവന്നത് വെള്ളാപ്പള്ളി നടേശനെ? എന്താ വെള്ളാപ്പള്ളി നടേശൻ എന്താ മോശക്കാരനാണോ? ഒരു പാവപ്പെട്ട സമുദായത്തിൽ ജനിച്ചുപോയ ഒരു പാവപ്പെട്ട ആളായതുകൊണ്ടാണോ നിങ്ങൾ എല്ലാവരും കൂടെ ഇക്കാര്യത്തില് അദ്ദേഹത്തിന്റെ മേൽ കുതിര കയറാൻ ചെല്ലുന്നത്? അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്ന് കൊണ്ടുവന്ന അത്ര വലിയ കേടായി പോയോ? തെറ്റായി പോയോ? കുഴപ്പമായി പോയോ? മുഖ്യമന്ത്രിയുടെ കാറിനേക്കാൾ വലിയ കാറുള്ള ആളാ വെള്ളാപ്പള്ളി നടേശൻ. നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. നമുക്ക് അയ്യപ്പ സംഗമത്തിന് അവരെ വേണമായിരുന്നു, അവരുടെ പിന്തുണ. അത് കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ടുകൾ നമുക്ക് കിട്ടണമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോജനം ചെയ്തില്ലേ? അതെന്താ നിങ്ങളാരും കാണാത്തത്? ആ കണക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കണക്കനുസരിച്ച് ഈഴവ സമുദായ വോട്ടുകളുടെ 99.99% CPM-നാ LDF-നാ കിട്ടിയത്. 99.99% വോട്ടും ഈഴവ വോട്ടുകൾ കിട്ടിയെന്ന് അതല്ലയോ നോക്കേണ്ടത്? നമ്മൾ വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രയോജനം ഉണ്ടായോ എന്നല്ലേ നോക്കേണ്ടത്? നമ്മുടെ പിണറായി വിജയനെ തെറ്റുപറ്റത്തില്ലെന്ന് നേരത്തെ പറഞ്ഞു. അദ്ദേഹം വളരെ കൃത്യമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം വളരെ കണക്ക് കൂട്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് തെറ്റുപറ്റാറില്ല എന്ന് ബിനോയ് വിശ്വം പാർട്ടി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. പറഞ്ഞല്ലോ, ഇതൊന്നും ഈ തോൽവിക്ക് കാരണമായിട്ടില്ല. ഭരണവിരുദ്ധ വികാരമില്ല, ന്യൂനപക്ഷ വോട്ട് പോയിട്ടില്ല, ശബരിമല കൊള്ള ബാധിച്ചിട്ടില്ല. അപ്പൊ സഖാവേ, നമ്മൾ എന്തുകൊണ്ടാണ് തോറ്റത്? അതൊന്ന് പറഞ്ഞു തരാമോ? അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞതാ. ഈ അവസാനം വീണ്ടും അപേക്ഷിക്കുക, കൂടുതൽ വർത്തമാനങ്ങൾ പറയാതെ തോറ്റതിന്റെ കാരണം ദയവായിട്ടൊന്ന് പറഞ്ഞതാ. അവസാനം CPI പറഞ്ഞിരിക്കുന്നു തിരുത്തൽ വേണമെന്ന്. അതിന്റെ അർത്ഥം എന്തുവാ? പിണറായി വിജയന്റെ ഒറ്റയാൾ പോക്കാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് ആലോചിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക തിരുത്തൽ വേണമെന്ന്. അതായത് പിണറായി വിജയൻ തിരുത്തണമെന്ന്, ഒരിക്കലും തെറ്റുപറ്റാത്ത പിണറായി വിജയൻ തിരുത്തിക്കോളണമെന്ന്. നല്ല കാര്യമായി, പിണറായി വിജയൻ തിരുത്തണമെന്ന്. ചേട്ടാ, ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം തിരുത്തണം പോലും. നല്ല കഥയായി.